ഈഴവർക്കിടയിൽ ഇപ്പോൾ ഒരു വികാരമുണ്ട്. ആ വികാരം സതീശനെതിരെയല്ല, ഈഴവർക്കെതിരെ ഈഴവരുടെ മനസ്സിൽ ശക്തമായ ഒരു വികാരം രൂപപ്പെട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നത് അത് വെള്ളാപ്പള്ളി നടേശനെതിരെയാ. കഴിഞ്ഞ ഈ കാലഘട്ടങ്ങൾ മുഴുവൻ, കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ട് SNDP യോഗത്തെ അദ്ദേഹം ഒരു കറവ പശുവിനെ പോലെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. SNDP യോഗത്തിന്റെ ഒരു ചരിത്രപരമായിട്ടുള്ള നിയോഗം, ഗുരു കാണിച്ചു തന്ന ധർമ്മത്തിൻ്റെതായിട്ടുള്ള ഒരു പാത, ഗുരുധർമ്മത്തിന്റെ പാത, ആ പാത തീരെ അപ്രസക്തമാക്കിക്കൊണ്ടിരിക്കുക, അത് മണ്ണിട്ട് മൂടിക്കളയുക. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ സമുദായാംഗങ്ങളുടെ ഇടയിൽ വളരെ വ്യാപകമായ പ്രതിഷേധമുണ്ട്. അതുപോലെ കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ടിനിടയ്ക്ക് SNDP യോഗത്തിന്റെ വളർച്ച, അതുപോലെ SN ട്രസ്റ്റിന്റെ വളർച്ച, ഇതൊക്കെ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. മറ്റ് സമുദായങ്ങൾ അവരുടെ ട്രസ്റ്റുകളും അവരുടെ സ്ഥാപനങ്ങളുടെയും ഒക്കെ നടത്തിപ്പിൽ വളരെ മികവ് പുലർത്തിക്കൊണ്ട് മുന്നേറുമ്പോൾ നമ്മൾ കാണുന്നത് SNDP യോഗത്തിന്റെയും SN ട്രസ്റ്റിന്റെയും സ്ഥാപനങ്ങളെല്ലാം പടവലങ്ങ പോലെ കീഴോട്ട് വളർന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു ദുർഗതിയാണ്. അതുപോലെ SNDP യോഗത്തിന്റെയും SN ട്രസ്റ്റിന്റെയും വലിയ അളവിൽ ലഭിക്കുന്ന വിദ്യാഭ്യാസ സംഭാവനകളുണ്ട്. ആ വിദ്യാഭ്യാസ സംഭാവനകളെല്ലാം എവിടെ പോകുന്നു എന്നറിയാൻ പോലും സമുദായാംഗങ്ങൾക്കോ ട്രസ്റ്റുകൾക്കോ ഒന്നും സാധിക്കുന്നില്ല. മറ്റുള്ളവർ അങ്ങനെയുള്ള വരുമാനങ്ങളെ അസറ്റ് ക്രിയേഷന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നു, പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നു, പുതിയ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നു. ഇവിടെ അത്തരത്തിലുള്ള ഒരു സംഗതിയെങ്കിലും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 10-20 കൊല്ലത്തിനിടയ്ക്ക് ഒരു 10 സെന്റ് സ്ഥലം ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്, ഒരു പുതിയ സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് SNDP യോഗത്തിന്റെയോ SN ട്രസ്റ്റിന്റെയോ പേരിൽ എവിടെയെങ്കിലും ഈ കേരളത്തില് എവിടെയെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ അറിവിൽപ്പെട്ടിടത്തില്ല. അദ്ദേഹം പറയട്ടെ, എന്ത് സമ്പാദ്യം, എന്ത് അസറ്റ് ക്രിയേഷൻ നടന്നിരിക്കുന്നു ഈ കാലഘട്ടങ്ങളിടയിൽ. ഒരു വിദ്യാഭ്യാസ സ്ഥാപനമൊക്കെ തുടങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം സ്ഥലമുണ്ടാക്കണം. എന്നിട്ട് ആ സ്ഥലം ഉണ്ടാക്കിയിട്ട് അത് കാണിച്ചുകൊണ്ട് സർക്കാരിൽ അതിന്റെ ചട്ടങ്ങൾ അനുസരിച്ചിട്ടുള്ള അപേക്ഷകൾ കൊടുക്കണം.